വയനാട് കേന്ദ്ര വായ്പയിൽ കാലാവധി നീട്ടിത്തരണമെന്ന് കേരളം ആവശ്യപ്പെടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രേഖാമൂലം ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. കേന്ദ്രത്തിന്റെ ഈ നിബന്ധന അപ്രായോഗികമാണ് എന്നതാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ടത് 2000 കോടിയുടെ പ്രത്യേക പാക്കേജാണ്. ഇത് പൂർണ്ണമായി നിരാകരിച്ചാണ് 529 കോടിയുടെ വായ്പ കേന്ദ്രം അനുവദിച്ചത്. ഇത് 2025 മാർച്ച് 31-നകം ചെലവഴിക്കണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നിബന്ധന അപ്രായോഗികമാണ് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് തുക ചിലവഴിക്കാനുള്ള കാലാവധി മാർച്ച് 31-ൽ നിന്നും നീട്ടി നൽകണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ സംസ്ഥാനം തീരുമാനിച്ചത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം. രേഖാമൂലം ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും യോഗത്തിൽ ധാരണയായി. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.